മനോഹരമായ മലയാളത്തെ ഈ ആശയവിനിമയത്തിലുള്ള ഏത് ഭാഷയിലാ? അത് മലയാള ഭാഷയില്ല. അല്ല, ഏതാ? ഞങ്ങളുടെ ജന്മനാടാണ് മാവേലിക്കരയില്, ഓണാട്ടുകരയില്. ഓണാട്ടുകര ലാംഗ്വേജാ? അതെ. പ്രത്യേകത എന്തുവാ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൊല്ലത്തിനും ആലപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള ഒരു ഓണാട്ടുകര എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. ശാസ്താംകോട്ട, മാവേലിക്കര, കരുനാപ്പള്ളി ഉൾപ്പെടുന്ന പ്രദേശം. ഏതാ? ചവിട്ടുനാടകം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഓണാട്ടുകര പ്രദേശം അതെ, വെരി ഗുഡ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ ഭാഷയ്ക്ക് ഇപ്പൊ ഞങ്ങള് പണ്ട് പഠിച്ചുകൊണ്ടിരുന്നത് കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാന്തമായി തെക്കുപടക്കുന്നീളെ അന്യോന്യം അമ്പാശിവർ നോട്ടമിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം വൻകാറ്റടിച്ചാഴി ഒഴിഞ്ഞകന്നോ ഹുങ്കാര ഭൂകമ്പം ഇയന്നുയർന്നോ മുൻകാലം ഈ കേരള കൊങ്കണങ്ങൾ മൺകാഴ്ചയായെന്ന് ചെറുക്കുപക്ഷം. ഇത് ഞങ്ങൾ പഠിച്ച മലയാള കവിതയായി കേരളത്തിലെ മൊത്തം. ഈ 14 ജില്ലകളിലും 14 തരത്തില് 6 നാട്ടിൽ 100 ഭാഷയുള്ള ഉച്ചാരണ ശൈലിയാണല്ലോ സാർ മുമ്പ് സൂചിപ്പിച്ച പോലെ. പക്ഷേ ഓണാട്ടുകര എന്ന് പറയുന്നത് സംശുദ്ധമായ മലയാള ഭാഷ, പരസ്പരം നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന. അവിടെ ഈ പറഞ്ഞ പോലെ നീട്ടും കുറുക്കും ഒന്നുമില്ല. ചേട്ടനും കൊച്ചാട്ടനും ഇച്ചേച്ചിയും അണ്ണനും ഒക്കെയുള്ള പറഞ്ഞാൽ കൊച്ചാറ്റെന്ന് വിളിച്ച കൊച്ചു കുട്ടികളെ സ്നേഹത്തോടെ വിളിക്കുന്ന കൊച്ചാട്ടനെ ഇച്ചേച്ചി കൊത്തറവ് എന്നൊക്കെ വിളിക്കുന്ന ഒരു മലയാളത്തിന്റെ മനോഹാരിതയുണ്ട് നാടിന്റെ. ആ ഭാഷയുടെ എല്ലാ ഗുണങ്ങളും ഉള്ള പ്രദേശത്താണ്. ഓണാട്ടുകരക്കാരെ ഒന്ന് കാസർഗോഡ് ഇറങ്ങിയാൽ വിവരം അറിയും. ഉണ്ടാവും. കാരണം അറിയോ, അവിടെ പോയിരുന്ന് പക്കെണ്ണാനേ പറ്റൂ. കാരണം അറിയാം, ഞങ്ങളുടെ ഭാഷ എന്ന് പറയുന്ന കൊത്താറിനും ഇച്ചേച്ചി അപ്പുറത്തെ കൊച്ചാട്ടനും പറ്റില്ല. കൊച്ചാട്ടാന്ന് വിളിക്കുന്ന അവിടെ ഉണ്ടല്ലോ. അവിടെ കൊച്ചാട്ടാന്ന് ഞങ്ങളുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്. പരസ്പരം കൊച്ചാട്ട ഇച്ചേച്ചി എവിടെ പോയി? നാടകങ്ങളൊക്കെ ഉണ്ട്, നാടകങ്ങളെല്ലാം ഉണ്ട്. വലിയ ഓർമ്മകൾക്കകത്തുണ്ട്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ നാടകത്തിലുണ്ട്. അപ്പൊ ഈ കൊച്ചാട്ട ചേച്ചിയൊക്കെ നാടകത്തിൽ പോലും വരാൻ കാര്യം ഓണാട്ടുകാരക്കാരനാ. കുട്ടനാട് പോലുള്ള പ്രദേശത്തെല്ലാം കുട്ടനാടിന്റെ ഒരു ശൈലി, അതുപോലെ തന്നെ ഓണാട്ടുകാരുടെ ഒരു പ്രത്യേകത. കുട്ടനാട്ടുകാരാണ് എങ്ങനെ പറയാ? അവരുടെ ഈ ഭാഷയും ഞങ്ങളുടെ ഭാഷയും ഒന്നു തന്നെയാ. യാതൊരു കുട്ടനാട് മുതൽ ഇങ്ങനെ കരുനാപ്പള്ളി വരെയുള്ള പ്രദേശത്തും ഓണാട്ടുകാർക്ക് ഒരു ഭാഷയുണ്ട്. അത് ഈ ഓണാട്ടുകാരെ പുഴുക്ക് പോലെ കാച്ചിലും ഓണാട്ടുകാരെ പുഴുക്കിൽ വരുന്നത് കാച്ചില്. ഇപ്പോഴത്തെ ജനറേഷൻ ജെൻസിക്ക് അറിയത്തില്ല പുഴുക്ക്. അറിയത്തില്ല. കാച്ചില്, ചേന, ചേമ്പ്, പൂവക്കിഴങ്ങ്, അല്ലാത്ത സാധാരണ കിഴങ്ങുണ്ട്, പുടക്കിഴങ്ങ്. ഇതെല്ലാം കൂടി വെക്കുന്ന പുടക്കിഴങ്ങ് ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുന്ന ചുട്ടുളങ്ങര അമ്പലത്തിലെ ഉപപ്പരണിയുടെ ശിവരാത്രി മൂലം ഇങ്ങോട്ടുള്ള ദിവസം കുതിരച്ചോട്ടി വിതരണം ചെയ്യുന്ന പേരിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണല്ലോ പുഴുക്കൊക്കെ സൂപ്പർ ഹിറ്റ് ആയിരിക്കും. പേരിടണം പക്ഷേ അല്ലേ?